പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സ്പെഷ്യൽ ജേണൽസിനെ കുറിച്ചാണ് പഠിച്ച് വന്നത്. പലതരം സ്പെഷ്യൽ ജേണലുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മറ്റു രണ്ട് സ്പെഷ്യൽ ജേണലുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, രണ്ട് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ആദ്യം പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്താണെന്ന് നോക്കാം. ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് റിട്ടേൺസ് രേഖപ്പെടുത്താനുള്ള ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, അല്ലെങ്കിൽ റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക്. ദാറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയേഴ്സ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ പല സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലെ വിൽപ്പനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടോ വാങ്ങാറുണ്ട്. അത് ക്രെഡിറ്റ് പർച്ചേസ് ആവാം, ക്യാഷ് പർച്ചേസ് ആവാം. എന്താണെങ്കിലും ഈ വാങ്ങിയ ഗുഡ്സിൽ കുറച്ച് ഭാഗം പല കാരണങ്ങൾ കൊണ്ട് വാങ്ങിയ സപ്ലയേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടിയും വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്? നമ്മൾ വാങ്ങിയ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടി ഇവിടെ സ്ഥാപനത്തിലേക്ക് വാങ്ങിയ ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, എന്തിനാണ് സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത്? ഒരു പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത വലുപ്പത്തിലുള്ള ഐറ്റം അല്ല വന്നത്, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് അല്ല വന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത ആ പ്രൈസിനല്ല അവർ സപ്ലൈ ചെയ്തതെങ്കിൽ, അതുപോലെ ആ സപ്ലൈ വരുന്ന സമയത്ത് ഈ ഡാമേജ്ഡ് ആയ ഗുഡ്സ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ സപ്ലയേഴ്സിന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തേക്കാം. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനുള്ള ബുക്കാണ് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക് എന്ന് പറയുന്നത്? റിട്ടേൺസ് ഔട്ട്വേർഡ് ആണ്, ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. സാധനങ്ങൾ വാങ്ങിയത് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവാണ്. ഓക്കെ, ദെൻ വെൻ ഗുഡ്സ് ആർ റിട്ടേൺഡ് എ ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ടു ദ സപ്ലയർ വിത്ത് ദ റിട്ടേൺഡ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് അങ്ങനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഡെബിറ്റ് നോട്ട് തയ്യാറാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അത് സപ്ലയർക്ക് ആ തിരിച്ചയക്കുന്ന സാധനങ്ങളുടെ കൂടെ അയച്ചു കൊടുക്കും. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇത് 2 കോപ്പി തയ്യാറാക്കുന്നു, ഒരു കോപ്പി സപ്ലയർക്ക് അയച്ചു കൊടുക്കുന്നു, ഒരു കോപ്പി നമ്മുടെ ബിസിനസ്സിൽ സൂക്ഷിക്കുന്നു, നമ്പർ ഇട്ട് ഓർഡറായി സൂക്ഷിക്കുന്നു. ഡെബിറ്റ് നോട്ട് ഈസ് ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഡെബിറ്റ് നോട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പർച്ചേസ് റിട്ടേൺസിനെ രേഖപ്പെടുത്താനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണെന്ന് നമുക്കറിയാം. സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്? സോഴ്സ് ഡോക്യുമെൻ്റ് മീൻസ് ദ എവിഡൻസ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ഇടപാടിൻ്റെ തെളിവാണ് സോഴ്സ് ഡോക്യുമെൻ്റ്, ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് രേഖപ്പെടുത്താനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ടിൻ്റെ ഫോർമാറ്റ് നോക്കുക. ഒരു സിമ്പിൾ ഡെബിറ്റ് നോട്ടിൻ്റെ ഫോർമാറ്റാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് നമ്പർ, ഇതിനൊരു നമ്പർ ഇടും. ഇൻവോയ്സ് നമ്പർ, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച ഇൻവോയ്സ് നമ്പറാണ്, ബിൽ നമ്പറാണ്. ദെൻ മെസ്സേഴ്സ് ആനന്ദ് സൺസ് കൊൽക്കത്ത, ആർക്കാണോ തിരിച്ചയക്കുന്നത് അവരുടെ പേര്. ദെൻ റിട്ടേൺ ഓഫ് 15 കിലോഗ്രാം ഷുഗർ റിസീവ്ഡ് ഡാമേജ്ഡ് ഇൻ ട്രാൻസിറ്റ് അറ്റ് റേറ്റ് ഓഫ് ₹35 per kilogram. എന്ത് ഐറ്റമാണ്, എന്താണ് കാരണം, എത്ര, അതിൻ്റെ വോളിയം എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ അതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഒരു ഐറ്റം റിട്ടേൺ ചെയ്തതിൻ്റെ, പർച്ചേസ് റിട്ടേൺ നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഇത് 2 കോപ്പി തയ്യാറാക്കി, ഒരു കോപ്പി സപ്ലയർക്ക് അയച്ചു കൊടുക്കുന്നു, ഒരു കോപ്പി നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കുന്നു. ഓക്കെ, ദെൻ ഡെബിറ്റ് നോട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഒരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ ബയർ സെല്ലർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് നോട്ട് സെൻഡ് ചെയ്യുന്നു. അഥവാ പർച്ചേസ് റിട്ടേൺസ് വാങ്ങിയ ആൾ വിറ്റ ആൾക്കാണ് അല്ലേ, സപ്ലയർക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു, ഗുഡ്സ് റിട്ടേൺഡ്. ദെൻ ആ സമയത്ത് ഒരു ഡെബിറ്റ് നോട്ട് തയ്യാറാക്കി സെല്ലർക്ക് അയച്ചു കൊടുക്കുന്നു.
ദെൻ അടുത്ത ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. സെയിൽസ് റിട്ടേൺസ് ജേണൽ അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ് ബുക്ക് എന്ന് പറയാറുണ്ട്. ദെൻ എന്താണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്? ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് സെയിൽസ് റിട്ടേൺസ്, റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ കസ്റ്റമേഴ്സ്. സെയിൽസ് റിട്ടേൺസ് അഥവാ റിട്ടേൺസ് ഇൻവേർഡ്സ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ പല കസ്റ്റമേഴ്സിനായിട്ട് ധാരാളം ഗുഡ്സ് സെല് ചെയ്തിട്ടുണ്ടാവും, വിൽപ്പന നടത്തിയിട്ടുണ്ടാവും. അതിൽ ചില കസ്റ്റമേഴ്സിന് ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ച ഐറ്റം അല്ല കിട്ടിയത്, അല്ലെങ്കിൽ അത് അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്, നമ്മൾ അയച്ചു കൊടുത്ത സാധനങ്ങൾ അവർ റിസീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് വന്നു, അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസിനല്ല നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്ത ഐറ്റമല്ല നമ്മൾ ബൈ മിസ്റ്റേക്ക് സപ്ലൈ ചെയ്തത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് സാധനങ്ങൾ മടക്കി തന്നേക്കാം. അതിന് പറയുന്ന പേരാണ് സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ്. ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരിക, അല്ലേ? വിറ്റ സാധനങ്ങൾ തിരിച്ച് ബിസിനസ്സിലേക്ക് വരുന്നതിനെയാണ് റിട്ടേൺസ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇൻവേർഡ് ട്രാൻസാക്ഷൻസ്, സെയിൽസ് റിട്ടേൺസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ജേണലാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. When goods are returned by a customer, a credit note is prepared and sent to the customer. ഏതെങ്കിലും കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിലേക്ക് സാധനങ്ങൾ മടക്കി അയച്ച് നമ്മളത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യും? ഒരു രേഖ തയ്യാറാക്കും, ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കും. അതിൻ്റെ പേരാണ് ക്രെഡിറ്റ് നോട്ട്. ഈ ക്രെഡിറ്റ് നോട്ട് 2 കോപ്പി തയ്യാറാക്കിയിട്ട് ഒരു കോപ്പി നമ്മുടെ ബിസിനസ്സിൽ സൂക്ഷിക്കും, ഒരു കോപ്പി ആ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ക്രെഡിറ്റ് നോട്ട് ഈസ് ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് സെയിൽസ് റിട്ടേൺസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺസ് രേഖപ്പെടുത്താനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. കസ്റ്റമേഴ്സ് തിരിച്ചയക്കുന്ന സാധനങ്ങൾ അതിൻ്റെ വാല്യൂ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. ദെൻ ഒരു ക്രെഡിറ്റ് നോട്ടിൻ്റെ ഫോർമാറ്റ് നമ്മളിവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്നു. അതെന്ത് ചെയ്യും? ആ ബയർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ബയർ സാധനങ്ങൾ സെല്ലർക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലർ തയ്യാറാക്കുന്ന ക്രെഡിറ്റ് നോട്ട് ബയർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് എന്താണ്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്താണ്. പർച്ചേസ് റിട്ടേൺസിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ഏതാണ്? ഡെബിറ്റ് നോട്ടാണ്. സെയിൽസ് റിട്ടേൺസ് ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ക്രെഡിറ്റ് നോട്ടാണ്. ഓക്കെ, നമുക്കിതിൻ്റെ 2 സിമ്പിളായിട്ടുള്ള 2 എക്സാമ്പിൾസ് കൂടി ചെയ്തു നോക്കണം. പ്രിപ്പയർ എ പർച്ചേസ് റിട്ടേൺസ് ജേണൽ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഫോർ ഏപ്രിൽ 2017. അവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം റിട്ടേൺ ട്രാൻസാക്ഷൻസ് ആണ്, പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻസ് ആണ്. 2017 ഏപ്രിൽ മാസത്തിൽ നടന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഏപ്രിൽ 5-ന് റിട്ടേൺ ഗുഡ്സ് ടു മിസ്റ്റർ കാർത്തിക് ട്രേഡേഴ്സ് 1200. കാർത്തിക് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് നമ്മൾ 1200 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ അയക്കുകയാണ് കാർത്തിക് ട്രേഡേഴ്സിലേക്ക്, അഥവാ നമ്മൾ നേരത്തെ കാർത്തിക്കിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു 1200 രൂപ. പർച്ചേസ് റിട്ടേൺസ് ബുക്കിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക. ആദ്യം ഡേറ്റ്, ഡെബിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് സപ്ലയർ, അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ്. ഈ തിരിച്ചയക്കുമ്പോൾ ആരുടെ അക്കൗണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ LF ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഏതാണ്? റിട്ടേൺ ഗുഡ്സ് ടു മെസ്സേഴ്സ് കാർത്തിക് ട്രേഡേഴ്സ് 2017 ഏപ്രിൽ 5-ന്. ഇവിടെ ഡെബിറ്റ് നോട്ട് നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് എഴുതാനില്ല. ജസ്റ്റ് നെയിം ഓഫ് സപ്ലയർ, ആരാണ് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്തത്? കാർത്തിക് ട്രേഡേഴ്സ് ആണ്. എത്ര രൂപയുടെ സാധനങ്ങളാണ് തിരിച്ചു കൊടുത്തത്? 1200. ദെൻ ജനുവരി 10-ന് ഗുഡ്സ് റിട്ടേൺഡ് ടു സഹീൽ പ്രൈവറ്റ് ലിമിറ്റഡ് 2500 രൂപ. 2500 രൂപയുടെ സാധനങ്ങൾ സഹീൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് അയച്ചു കൊടുത്തു, തിരിച്ചയച്ചു. പർച്ചേസ് റിട്ടേൺസ് ആണ്. പർച്ചേസ് റിട്ടേൺസ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. 2017 ഏപ്രിൽ 10-ന് സഹീൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആ കമ്പനിക്ക് നമ്മൾ സാധനങ്ങൾ തിരിച്ചയച്ചു. എത്ര രൂപയുടെ സാധനങ്ങളാണ്? 2500 രൂപ. ദെൻ ഏപ്രിൽ 17th ഗുഡ്സ് റിട്ടേൺഡ് ടു മെസ്സേഴ്സ് കോഹിനൂർ ട്രേഡേഴ്സ് ഫോർ ലിസ്റ്റ് പ്രൈസ് ₹2000 ലെസ് 10% ട്രേഡ് ഡിസ്കൗണ്ട്.
2000 രൂപ ലിസ്റ്റ് പ്രൈസുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിരുന്നു നേരത്തെ 10% ട്രേഡ് ഡിസ്കൗണ്ടിലാണ്, 10% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 200 ആണ് അല്ലേ? 200 രൂപ കുറച്ചാണ് നമുക്ക് കിട്ടിയത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് എഴുതേണ്ടത്? സപ്ലയറുടെ പേര് മെസ്സേഴ്സ് കോഹിനൂർ ട്രേഡേഴ്സ്. എത്ര രൂപയുടെ സാധനങ്ങളാണ് തിരിച്ചു കൊടുത്തത്? 1800 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ്. എന്താ കാര്യം? 10% ട്രേഡ് ഡിസ്കൗണ്ട് കഴിച്ച് ബാക്കി 1800. അത്രയും എമൗണ്ടിൻ്റെ ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യണം. ദെൻ 28-ന് റിട്ടേൺ ഔട്ട്വേർഡ്സ് ടു മെസ്സേഴ്സ് ഹാൻഡ ട്രേഡേഴ്സ് 550. ഏപ്രിൽ 28-ന് നെയിം ഓഫ് സപ്ലയർ മെസ്സേഴ്സ് ഹാൻഡ ട്രേഡേഴ്സ് 550. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് ഈ ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ളത്. നമ്മളിത് എന്ത് ചെയ്യും? സാധാരണ പോലെ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ 6050 രൂപയുടെ പർച്ചേസ് റിട്ടേൺസ് നമ്മൾ ഈ മാസം ഏപ്രിൽ 2017 നടത്തിയിട്ടുണ്ട്. ദെൻ നമുക്കിനി സെയിൽസ് റിട്ടേൺസുമായി ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ കൂടി ചെയ്യണം. പ്രിപ്പയർ റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. റിട്ടേൺ ഇൻവേർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് മെസ്സേഴ്സ് ബൻസൽ ഇലക്ട്രോണിക്സ് ഫോർ ജൂലൈ 2017. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കുക, സെയിൽസ് റിട്ടേൺസ് ബുക്കാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് ഡേറ്റ്, ക്രെഡിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് കസ്റ്റമർ, ഏത് കസ്റ്റമറുടെ അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ദെൻ ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട്. അപ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2017 ജൂലൈ 4-ന് മെസ്സേഴ്സ് ഗുപ്ത ട്രേഡേഴ്സ് റിട്ടേൺഡ് ദ ഗുഡ്സ് ₹1500. ഗുപ്ത ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ ബിസിനസ്സിലേക്ക് സാധനങ്ങൾ തിരിച്ചു തന്നു. അഥവാ സെയിൽസ് റിട്ടേൺസ് ആണ്. നമ്മൾ വിറ്റ സാധനങ്ങൾ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വന്നു. എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്? സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ 2017 ജൂലൈ 4 മെസ്സേഴ്സ് ഗുപ്ത ട്രേഡേഴ്സ്, ആരാണോ കസ്റ്റമർ, ആരുടെ അക്കൗണ്ടാണോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ആ അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ ഈ കോളത്തിൽ എഴുതി. ദെൻ എമൗണ്ട് 1500. ദെൻ ജൂലൈ 10-ന് ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മെസ്സേഴ്സ് ഹാരിസ് ട്രേഡേഴ്സ് ₹800. ജൂലൈ 10 ഹാരിസ് ട്രേഡേഴ്സ് ₹800. ദെൻ ജൂലൈ 18 രാഹുൽ ട്രേഡേഴ്സ് റിട്ടേൺഡ് ദ ഗുഡ്സ് നോട്ട് ആസ് പെർ സ്പെസിഫിക്കേഷൻ 1200. രാഹുൽ ട്രേഡേഴ്സ് അവരാവശ്യപ്പെട്ട അളവിലുള്ള സാധനമല്ല കിട്ടിയത് എന്ന് പറഞ്ഞ് 1200 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. ദെൻ 28-ന് ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം സുശീൽ ട്രേഡേഴ്സ് ₹1000. ജൂലൈ 28 സുശീൽ ട്രേഡേഴ്സ് എമൗണ്ട് ₹1000. സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. ടോട്ടൽ 4500. 2017 ജൂലൈയിൽ നമ്മുടെ സ്ഥാപനത്തിൽ 4500 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്യപ്പെട്ടു, സെയിൽസ് റിട്ടേൺസ് ഉണ്ടായി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബൈ.